ഹലോ ഫ്രണ്ട്സ്, അങ്ങനെ ഞങ്ങൾ വട്ടവടയിൽ നിന്ന് തിരിച്ച് മൂന്നാറിലേക്കുള്ള യാത്രയിലാണ്. ഞങ്ങൾ ഇവിടെ ഒരു ചെറിയ കടയിൽ ഒരു കാലിച്ചായ അടിക്കാൻ കയറിയപ്പം നമ്മൾ രണ്ടുപേരെ പരിചയപ്പെട്ടു, എറണാകുളംകാരായ രണ്ടുപേരെ. ഒന്ന് അതെ, റോയ് ചേട്ടൻ, സൈ ചേട്ടൻ. അപ്പോൾ ഈ രണ്ടുപേരും നമ്മളോടെ ഇവിടെ ഒരു അമേസിങ് 1-2 ലൊക്കേഷൻസ് ഉണ്ട്, അവിടെ നിങ്ങൾ പോയിട്ടുണ്ടോ എന്ന് ചോദിച്ചു. ഞങ്ങൾ പറഞ്ഞു പോയിട്ടില്ല, എന്നാൽ ഞങ്ങളുടെ കൂടെ അങ്ങോട്ട് വിട്ടോളാൻ പറഞ്ഞു. അങ്ങനെ ഞങ്ങളുടെ തൊട്ട് ഫ്രണ്ടിൽ അവർ പോകുന്നുണ്ട്. ഞങ്ങൾ അവരെ ഫോളോ ചെയ്ത് ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അവർ പോകാത്ത സ്ഥലങ്ങളില്ല. മൂന്നാറ് പല പല സ്ഥലങ്ങളും പറയുമ്പോൾ നമ്മൾ തന്നെ അതിശയപ്പെട്ടു പോയി. കാരണം നമുക്കറിയില്ല അതെന്താ എവിടേക്കാന്നുള്ളത്. അപ്പോൾ എന്തായാലും നമ്മൾ ഇപ്പോൾ പോകുന്ന ലൊക്കേഷൻ നിങ്ങളെ കാണിക്കും. നിങ്ങൾ ആരെങ്കിലും പോയിട്ടുണ്ടോ എന്ന് നമുക്കറിയില്ല, പക്ഷേ ഒരു 90% ആളുകളും പോകാൻ സാധ്യതയില്ലാത്ത ഒരു സ്ഥലത്തേക്ക് നമ്മൾ പോകുന്നതാണ്. ചേട്ടനും സൈച്ചേട്ടനും പറഞ്ഞ സ്ഥലത്തിലേക്ക് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ അവരെ കൂടെ വരാമെന്ന് പറഞ്ഞാണ്. അവർക്ക് അത്യാവശ്യമായിട്ട് ഒരു കോള് വന്നു, അതിൻ്റെ പേരിൽ അവർ തിരിച്ചു പോയി. അപ്പോൾ നമ്മളോട് പറഞ്ഞ അടുത്തൊരു പരിപാടിയിൽ നമുക്ക് ഒരുമിച്ചൊരു യാത്ര പോകാമെന്ന് പറഞ്ഞിട്ടുണ്ട്. എന്തായാലും സ്ഥലമൊക്കെ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. എന്താ സംഭവം എന്നുള്ളത് നമുക്ക് ഒരു സർപ്രൈസാണ്. എന്തായാലും നമുക്ക് അവിടെ ചെന്നിട്ട് കാണാം ഈ സ്ഥലം എന്താണെന്നുള്ളത്. പക്ഷേ ഓഫ് റോഡാണ്, നമ്മുടെ വണ്ടി വളരെ കഷ്ടപ്പെട്ടാണ് ഈ വഴികൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ നമ്മൾ റോയ് ചേട്ടനും സൈച്ചേട്ടനും പറഞ്ഞ ആ സ്ഥലത്ത് എത്തിയിരിക്കുകയാണ്. അതാണ് ഈ പള്ളിയാണ്. കാരണം 1924 റോപ്പ് വേ ഉണ്ടായിരുന്നത്. 1926 ഈ പള്ളി വന്നു. അതിനുശേഷം ഇത് ശരിക്കും നമ്മളിപ്പോൾ നിൽക്കുന്നത് തമിഴ്നാട്. അതെ, ഈ രണ്ട് ബോർഡറാണ്, കേരള തമിഴ്നാട് ബോർഡറാണ്. ഇതെനിക്ക് തോന്നുന്നു ഇവിടെ നിന്ന് റോഡിന്റെ വർക്ക് തുടങ്ങാൻ പോണെന്ന് പറഞ്ഞു. അങ്ങനെ പറയുന്നുണ്ട്. കുറെ നാളായിട്ട് ഇതുവരെ തുടങ്ങിയിട്ടില്ല. 1924 ഇവിടെ റോപ്പ് ഉണ്ടായിരുന്നു. അതിനുശേഷം 2 വർഷത്തിന് ശേഷം വന്ന പള്ളിയായത്. ഇത് ശരിക്കും അധികം ആളുകളൊന്നും വന്ന് ഇവിടെ കണ്ടിട്ടില്ല. പക്ഷെ ഇതിന്റെ ഞാനിപ്പോ ചോദിച്ചു മനസ്സിലായി, 17 വർഷം മുമ്പ് ഇതിന്റെ ഫ്രണ്ട് ഇടിഞ്ഞു പോയി. എന്നിട്ട് വെറുതെ ഈ കല്ല് എന്താണ് ഇതല്ലായിരുന്നു പള്ളിയുടെ പഴയ ഷേപ്പ്. അപ്പോൾ ഇത് അത്രയും പഴക്കമുള്ളതാണെന്ന് പറഞ്ഞു. പക്ഷേ ഇവിടുത്തെ ഒരു പ്രത്യേകതയുള്ള ഒരു ഏരിയയാണ്. അതായത് ഇവിടുന്ന് തമിഴ്നാട്ടിൽ നിന്നാണ് അച്ഛൻ വന്നിട്ട് ഇടയ്ക്ക് ഇത് ഓപ്പൺ ആക്കുന്നത്. കാരണം എന്താ വെച്ചാൽ ഇത് അതിർത്തി മാറി, തമിഴ്നാട് അതിർത്തിയിലാണ് ഇരിക്കുന്നത്. ശരിക്കും നമ്മൾ വന്ന റോഡെല്ലാം കേരളമാണ്. ഈ പള്ളി ഇരിക്കുന്ന സ്ഥലം മുതൽ താഴേക്കാണ് തമിഴ്നാട്. നടന്നൊന്ന് ചുറ്റി നമുക്ക് നടന്നു നോക്കാം പള്ളിയുടെ.
ചേട്ടാ ഈ റോഡില്ലേ, ഇതുവഴിയാണ് കൊരങ്ങണിയിൽ നിന്ന് മൂന്നാറിലേക്ക് ബ്രിട്ടീഷുകാർ വന്നേക്കുന്നത്. അതിന്റെ ഒന്ന് ചേട്ടൻ അറിയാവുന്ന കാര്യങ്ങളൊന്ന് പറയുമോ? അതെ, റോപ്പ് കാലത്തിന്റെ അപ്പനൊക്കെ ജോലി ഉണ്ടായിരുന്നല്ലോ, പണ്ട് റോപ്പയില് ജോലിക്കുണ്ടായിരുന്നു. ഈ ആൾക്കാർ നടന്നു പോകാനുള്ള വഴിയാണിത്. 8 കിലോമീറ്റർ സാഹിബ്മാരെ കൊണ്ടുപോകാനും. അവർ പണ്ടത്തെ ഒരു പടുത പോലെ താർപ്പ ഉണ്ടാവും, താർപ്പാണ് കട്ടി പൊക്കി കൊണ്ടുവരുന്നതാണ് സാഹിബ്മാരെ. അങ്ങനെ വന്നതാ. എൻ്റെ അപ്പനൊക്കെ ജോലി ഉണ്ടായിരുന്നു. ചേട്ടൻ ശരിക്കും ബേസ് ചേട്ടൻ്റെ വീട് എവിടെയായിരുന്നു? വീട് വന്ന് എൻ്റെ അപ്പൻ പൂർണ്ണമാവാ. അവർ ഇവിടെ ജോലിക്ക് വന്നതാ, ജോലി ചെറുപ്പത്തിൽ വന്നതാ. മൂന്നാർ വന്നിട്ട് മൂന്നാറിലെ ടാറ്റ കണ്ണൻ ദേവൻ്റെ അടുത്ത് ജോലിയുണ്ട്. കണ്ണൻ ദേവന് KDH കമ്പനി സാഹിബ്മാരുടെ അടുത്ത് അങ്ങനെ ജോലിക്ക് വന്നതാ. 63-ലാണ് ഇത് തുടങ്ങിയത്. 63-ലാണ് 23-27-ലാണ് റോപ്പ് തുടങ്ങിയത്. റോപ്പ് 23 തുടങ്ങി അല്ലേ? അതെ 67 അവർ ക്ലോസ് ആക്കി. ആ സമയത്താണ് ഈ കുറിച്ച് പുള്ളി കെട്ടിയാക്കണേ. അതിനുള്ളത് നമ്പർ ഉണ്ടായിരുന്നു, അതിനകത്ത് ഉണ്ടായിരുന്നു. 1926-ആണ് അവർ തുടങ്ങിയത്. പിന്നെ 67 അവർ ക്ലോസ് ആക്കി. ഈ റോപ്പ് എവിടെ നിന്നായിരുന്നു ഇങ്ങോട്ട്? ഇവിടെ നിന്ന് വെച്ചാൽ തമിഴ്നാട് ബോഡിയിൽ കൊറങ്ങണി എന്നൊരു സ്ഥലം, കൊറങ്ങി 3 കിലോമീറ്റർ ടോപ്പ് സ്റ്റേഷൻ ഉണ്ട്. അത് 3 കിലോമീറ്റർ അപ്പുറം ലോഡ് ചെയ്യും ഈ അരി സാധനം കൊണ്ടുവരാൻ. അത് കഴിഞ്ഞ് ടോപ്പ് സ്റ്റേഷൻ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഗുണ്ടല അവർ ഈ ആൾക്കാർക്ക് അരി സാധനം കൊണ്ടുപോകാനായിട്ട്. അത് കഴിഞ്ഞ് മൂന്നാർ ഓൾഡ്, പഴയ മൂന്നാർ ഇത്രയും റോപ്പ് ഉണ്ടായിരുന്നു കംപ്ലീറ്റ് ഉണ്ടായിരുന്നു. 1967 വരെ റോപ്പ് ഉണ്ടായിരുന്നു. 26-ലാണ് സ്റ്റാർട്ടിങ് ആയത്. 1926 മുതൽ 1967 വരെ, അതായത് തമിഴ്നാട്ടിൽ നിന്ന് നമ്മുടെ മൂന്നാർ വരെ ഓൾഡ് മൂന്നാർ വരെ റോപ്പ് ഉണ്ടായിരുന്നു. അപ്പം മറ്റേ ഈ സാധനം കൊണ്ടുപോകാൻ ട്രെയിൻ ഉണ്ടായിരുന്നു. ഇവിടെ നിന്ന് ടോപ്പ് സ്റ്റേഷനിലിരുന്ന് ട്രെയിൻ വരെ ഉണ്ടായിരുന്നു. ഈ സാധനം കൊണ്ടുപോകാനും ഇവിടുന്ന് ചായപ്പൊടി തിരിച്ചാണ് ടാറ്റക്കാർ ഇട്ട് വെച്ചിരുന്നത്. ഈ ചായപ്പൊടി സാധനമൊക്കെ തല കൊണ്ടുപോകും തിരിച്ച് എട്ടാപ്പ് തിരിച്ചാണ്. റോഡ് പറഞ്ഞ് അവർ കൊച്ചിനാക്കിയത്. അങ്ങനെ കൊണ്ടുപോയത്. അപ്പോൾ എന്തായാലും ഇത്ര നമുക്ക് പറഞ്ഞു തന്നു. ചേട്ടൻ എന്താ പേരെന്താ ചേട്ടൻ? എൻ്റെ പേര് മർക്കോസ്. അപ്പോൾ ചേട്ടൻ ശരിക്കും ഇവിടാണോ, പള്ളി ഇതാണോ അതോ? അതെ. അപ്പനൊക്കെ ഇത് പണ്ട് റോപ്പ് കാലത്തിൽ നിന്ന് അവർ ബ്രിട്ടീഷുകാർ കെട്ടി കൊടുത്തതാ. അത് ബ്രിട്ടീഷുകാർ കെട്ടി കൊടുത്ത പള്ളിയാണ്. അതെ. അത് ഇതാണ് പഴയ പള്ളി. അത് 26 വെച്ചാൽ എത്ര കൊള്ളായെന്ന് നോക്കിയാൽ. ചേട്ടൻ്റെ ഒക്കെ ചെറുപ്പം മുതൽ? അതെ. ഞാൻ ജനിച്ചു വളർന്ന് മൊത്തം അവിടെയാ. അപ്പോൾ നമ്മൾ ഇന്നത്തെ എപ്പിസോഡിനോട് വിട പറയുകയാണ്. എന്തായാലും നമ്മൾ മറക്കാതെ ചെയ്യേണ്ട കാര്യങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇതൊക്കെ എല്ലാ ചെയ്യാത്ത ആളുകളുണ്ടെങ്കിൽ ചെയ്യുക, എന്നാലേ നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ പറ്റുള്ളൂ. എന്തായാലും ഞങ്ങൾ ഇവിടുന്ന് ഈ സ്ഥലത്തു നിന്ന് ഞങ്ങളിപ്പോൾ വിട പറയുകയാണ്. എല്ലാവർക്കും ബൈ. ബൈ.